നമസ്കാരം. ബൈബിളിൽ പ്രതിപാദിക്കുന്ന ചാവുകടൽ, അതിന് ആ പേര് വന്ന കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേൽ ജോർദാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉപ്പുവെള്ള തടാകമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ. സത്യത്തിൽ ചാവുകടൽ എന്ന പേര് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അതൊരു കടലല്ല, മറിച്ച് വിശാലമായൊരു തടാകമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാഢതയുള്ള ഉപ്പുവെള്ളം അടങ്ങിയിട്ടുള്ള തടാകമാണ് ചാവുകടൽ. സാധാരണ കടൽ വെള്ളത്തേക്കാൾ 7-8 മടങ്ങ് ഉപ്പും മറ്റ് ലവണങ്ങളും ചാവുകടലിലെ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ഉപ്പിൻ്റെയും ലവണങ്ങളുടെയും സാന്ദ്രത കൂടുതൽ നിമിത്തം മത്സ്യങ്ങൾക്കോ മറ്റ് സാധാരണ ഇനം കടൽ ജീവികൾക്കോ അതിൽ ജീവിക്കാനാവില്ല. ഇക്കാരണത്താലാണ് ചാവുകടൽ എന്ന പേര് ഉണ്ടാകുവാൻ കാരണം. പക്ഷേ ഇവിടെയും പേര് സൃഷ്ടിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ചാവുകടൽ എന്ന പേര് കേൾക്കുമ്പോൾ യാതൊരുവിധ ജീവികളും ഇല്ലാത്ത കടൽ എന്നാണല്ലോ നമ്മളൊക്കെ ധരിച്ചിരിക്കുക. എന്നാൽ ആ ധാരണ തെറ്റാണ്. ഉപ്പ് ഭക്ഷണമാക്കി ജീവിക്കുന്ന പലവിധ സൂക്ഷ്മജീവികളും ചാവുകടലിൽ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. ഹാലോബാക്ടീരിയം, ഹാലോബിയം, ഡ്യൂണ ലൈല എന്നീ സൂക്ഷ്മജീവികൾ ഇതിന് ഉദാഹരണങ്ങളാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യാൻ കഴിവുള്ളവയാണ് ഇവ. സസ്യങ്ങളിലെ ക്ലോറോഫിലിന് സമാനമായ ഒരു വർണ്ണകം സ്വയം ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ സഹായത്തോടെയാണ് ഈ ജീവികൾ ആഹാരം പാകം ചെയ്യുന്നത്. ചാവുകടലിൽ പൊട്ടാഷ്, മഗ്നീഷ്യം, യൗഗികങ്ങൾ, ബ്രോമൈഡുകൾ എന്നിവ വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ നിരവധി രാസവള വ്യവസായശാലകൾ ഇവ പ്രയോജനപ്പെടുത്തുന്നു. ചാവുകടലിലെ വെള്ളം സാന്ദ്രത അഥവാ ഘനത്വം കൂടിയതായതിനാൽ അതിൽ മനുഷ്യന് മുങ്ങിക്കിടക്കാൻ പ്രയാസമാണ്. മാത്രമല്ല, മനുഷ്യനതിൽ വീണാൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ചാവുകടലിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് പത്രം വായിക്കുന്ന വിനോദസഞ്ചാരികളുടെ ചിത്രങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണുവാൻ കഴിയും. ഇത് ചാവുകടലുമായി ബന്ധപ്പെട്ട് ഉള്ള ചില അറിവുകൾ നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.